Hi dears, good evening everyone. How are you? I hope all of you fine. So dears, today we have to learn in a speech. When a sapling is planted is written by Wangari Maathai. It's the little things citizens do. That's what will make the difference. My little thing is planting trees. Wangari Maathai is Kenyan environmentalist and 2004 he got a Nobel Peace Prize winner. അതായത് വങ്കാരി മത്തായി ഈ ഒരു കോട്ടിൽ പറയുന്ന പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു എൻവയോൺമെൻറ്റിസ്റ്റാണ്, കെനിയൻ റൈറ്ററാണ്. അതേപോലെ തന്നെ 2004 നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ് മൂവ് ഓൺ ദി അവർ റൈറ്റർ. Wangari Maathai is 1940 to 2011. Wangari Maathai was a Kenyan social, environmental and political activist and the first African woman to win the Nobel Prize. As a beneficiary of the Kennedy Airlift, she studied in the United States, earning a bachelor's degree from Mount St. Scholastica and a master's degree from the University of Pittsburgh. She went on to become the first woman in East and Central Africa to become a doctor of philosophy, receiving her PhD from the University of Nairobi in Kenya. So dears, listen carefully. ഇതൊരു സ്പീച്ചാണ്. So, Your Majesties, Your Royal Highness, Honorable Members of the Norwegian Nobel Committee, Excellence, Ladies and Gentlemen. എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. As the first African woman to receive this prize, I accept it on behalf of the people of Kenya and Africa and India in the world. I am especially mindful of women and the girl child. അപ്പോൾ ഈ പ്രൈസ്, നോബൽ പ്രൈസ് ഫസ്റ്റ് ആഫ്രിക്കൻ വുമണിന് കിട്ടിയത് നമ്മുടെ വങ്കാര മത്തായിക്കാണ്. അപ്പോൾ വങ്കാര മത്തായി ഈ ഒരു നോബൽ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ഈ ഒരു പ്രൈസ് എല്ലാം എൻ്റെ മനസ്സിലെല്ലാ വിമൻ, ഈ ഒരു വേൾഡിലെ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. അവരെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോബൽ പ്രൈസ് സ്വീകരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ വങ്കാരി മത്തായി എക്കോ ഫെമിനിസ്റ്റാണ്. ലേഡീസിന്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. I hope it will encourage them to raise their voices and to take more space for leadership. അപ്പോൾ ഈ ഒരു നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു എൻകറേജ് ആയിരിക്കും. എന്തിന്? അവരുടെ ശബ്ദം ഉയർത്തി കാണിക്കാനും അവരുടെ വോയിസസ് റൈസ് ചെയ്യാനും അതേപോലെ തന്നെ ലീഡർഷിപ്പിന് വേണ്ടി അവർക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വങ്കാരി മത്തായി പറയുന്നത്. My inspiration comes from my childhood experiences and observations of nature in rural Kenya. എൻ്റെ ഇൻസ്പിരേഷൻസ്, എനിക്ക് ഇതിനുള്ള ഇൻസ്പിരേഷൻസ് കിട്ടിയത്, എനിക്ക് നോബൽ പ്രൈസ് കിട്ടാൻ സാഹചര്യം ഒരുക്കിയത് എന്തുകൊണ്ടാണ്? എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ ഒബ്സർവേഷൻസും എൻ്റെ റൂറൽ കെനിയ, അതായത് കെനിയ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ആ കെനിയയിലെ ഗ്രാമത്തിലാണ് നമ്മുടെ റൈറ്റർ വളർന്നത്. അപ്പോൾ ആ കെനിയത്തെ ഗ്രാമത്തിൽ കണ്ട കാര്യങ്ങളും അവിടെ കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമാണ് എനിക്ക് ഇൻസ്പിരേഷൻ നൽകിയത്. As I was growing up, I witnessed a forest being cleared and replaced by commercial plantations which destroy local biodiversity and the capacity of forests to conserve water. അതായത് ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞാൻ കണ്ടത്, ഞാൻ വിറ്റ്നസ് ആയിരുന്നു. എന്തിനാ? ഫോറസ്റ്റ് എല്ലാം, അതായത് ഫോറസ്റ്റിലെ മരങ്ങളെല്ലാം അത് മുറിച്ച് കളയുക, ക്ലിയർ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്താണ് കോമർഷ്യൽ പ്ലാന്റേഷൻസ്, അതുപോലെ തന്നെ കുറേ കോസ്റ്റ് പ്ലാന്റേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അവിടുത്തെ എല്ലാം നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വാട്ടർ എല്ലാം നമുക്കവിടെ കൺസേർവ് ചെയ്യാതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ വേരുകളിലാണ് വെള്ളം സംഭരിച്ച് വെക്കുക. അപ്പോൾ അതൊക്കെ ഈ മരങ്ങൾ മുറിച്ച് കളയുന്നതോടും നമുക്ക് വെള്ളം കിട്ടാതെയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ വിറ്റ്നസ് ആയിരുന്നു, ഞാൻ വളർന്നു വന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. In 1977, when we started the Green Belt Movement, 1977 സ്റ്റാർട്ട് ചെയ്തത് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഐ വാസ് പാർട്ട്ലി റെസ്പോണ്ടിങ് ടു നീഡ്സ് ഐഡൻറ്റിഫൈഡ് ബൈ റൂറൽ വിമൻ. ഞാനതിൽ പാർട്ടായിരുന്നു. എന്തിനാ? ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ചിട്ടൊരു റെസ്പോണ്ട് ചെയ്യാനൊരു പാർട്ടും കൂടി ആയിരുന്നു. എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ബൈ റൂറൽ വിമൻ, നെയിംലി ലാക്ക് ഓഫ് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ,
ബാലൻസ്ഡ് ഡയറ്റ്സ്, ഷെൽട്ടർ ആൻഡ് ഇൻകം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വിറക്, ഫയർവുഡ്, വിറകില്ലായ്മ, അതേപോലെ തന്നെ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഇല്ലായ്മ, ബാലൻസ്ഡ് ഡയറ്റ്, ഷെൽട്ടർ, ഇൻകം, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ ക്രൈസിസിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടുള്ള റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്തായിരുന്നു. ത്രൂ ഔട്ട് ആഫ്രിക്ക വിമൻ ആർ ദി പ്രൈമറി കെയർടേക്കേഴ്സ് ഹോൾഡിംഗ് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ടില്ലിംഗ് ഇൻ ദ ലാൻഡ് ആൻഡ് ഫീഡിംഗ് ദെയർ ഫാമിലീസ്. ത്രൂ ഔട്ട് ആഫ്രിക്കയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെയും ഒരു ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ വിമൻ ആയിരുന്നു പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഫാമിലീനെ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടത്തുന്നതും ഫീഡ് ചെയ്യുന്നതും എല്ലാം ഫാമിലീനെ ചെയ്യേണ്ടത് വിമൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നതാണ്. ആസ് എ റിസൾട്ട് ദേ ആർ ഓഫൻ ടു ദ ഫസ്റ്റ് to become aware of environmental damage. As a result becomes scarce and they are incapable of sustaining their families. എന്താ പറയുക വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് എന്താണ് നമ്മുടെ ആ ഒരു ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ ഈ വങ്കാരി മത്തായി കണ്ടുവരാനാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, മരങ്ങൾ മുറിക്കുന്തോറും നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കാണുന്നുണ്ട് എന്നാണ്. ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള റീസൺ എന്നാണ് പറയുന്നത്. So dears, clear? If you have any doubt, let me know please. Okay dears, next we discuss word study. ഇത് അൺനോൺ വേർഡ്സ് ആണ്. ഈ പറഞ്ഞ പാരഗ്രാഫിലുള്ള അൺനോൺ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഫസ്റ്റ് വേർഡ് ബയോഡൈവേഴ്സിറ്റി. ഇറ്റ്സ് എ നൗൺ. ഇറ്റ്സ് മീനിങ് ദി വെറൈറ്റി ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് വിച്ച് മേക്ക് എ ബാലൻസ്ഡ് എൻവയോൺമെൻറ്റ്. ഒരു എക്സാമ്പിൾ താഴെ ഒരു പിക്ചറൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് വേർഡ് സസ്റ്റെയിൻ ആസ് എ വേർബ് ടു സപ്പോർട്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്തിനെ? പ്ലാന്റ്സിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വേൾഡിനെ സപ്പോർട്ട് ചെയ്യണം. ഫോറസ്റ്റ് നശിപ്പിക്കുകയാണെന്നാണ് നമ്മുടെ ആ ഒരു സ്പീച്ചിൽ തുടക്ക ഭാഗത്തിൽ പറയുന്നത്. അത് കണ്ടിട്ടാണ് നമ്മുടെ റൈറ്റർ വളർന്നത്. അതുപോലെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ ഗ്ലോബൽ ക്വസ്റ്റനിങ്. The first question, what was the impact when the household food crops were replaced by commercial farming? Answer, the impact was far-reaching. It destroyed the local biodiversity and the ability of the forest to conserve water. The rural population lacked firewood, the clean drinking water, balanced diets, shelter and income. Next activity section. Imagine that you have won the National Green Crops (NGC) award for coordinating the activities of your school Eco Club. The award would be given away by the governor of the state in the presence of their chief minister and certain other dignitaries. You are supposed to deliver a speech after receiving the award. Draft the speech you would deliver. ഒരു സ്പീച്ച് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ടിപ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദി അവാർഡ്, എക്സ്പ്ലനേഷൻ ഫോർ യുവർ ആക്ടിവിറ്റീസ്, യുവർ റെസ്പോൺസ് ടു ദി അവാർഡ്, advice or exhortation to the audience. So dears, I get an example for you. Your Excellency the Governor, the Honorable Chief Minister and the other dignitaries, respected principals, staff members and parents, my dear students, ladies and gentlemen. Good afternoon. As I stand here, I will greatly honored because our school is the first school in the state to receive this prestigious award. As a coordinator of our Eco Club, I feel that we are singularly lucky to become the recipients of this award. This award is not just for me, but for the entire members of the Eco Club and also for the principal and staff who have been doing their best to encourage us in our eco-friendly activities. We did two things which I believe made us eligible for this award. First of all, with the help of the forest department, we planted saplings on their roadsides and other places, which we felt needed trees. Each member of the club ensured that at least 300 saplings were planted by him or through his efforts. With 200 members in our club, we planted a minimum of 16,000 trees in this year. We feel trees are the umbrellas that protect the earth from the scorching sun in different ways. Not only they give shade and sometimes fruits, but they also increase rainfall and prevent soil erosion. Deforestation will make our earth a big desert.
The second thing we did have was encouraging especially homemakers to have a kitchen garden. We know that most of the vegetables and fruits we eat come from other states. These vegetables and fruits are full of insecticide and dangerous preservatives. By constantly consuming these things, we are prone to become sick. So we encourage households to produce as many vegetables and fruits as they can. With some efforts, every household can produce something. With the help of agriculture department, we distributed free seeds and seedlings to households, and many people have come to tell us that they have started producing different vegetables and fruits in their own yards or even on their terraces. I must thank each member of our club in a special way for his or her contribution to the overall efforts of the club. We also thank the principal and staff members for their unstained cooperation and support in our efforts. We also thank the Forest and Agriculture Department for their support. This award will make us effort harder to make our place greener, as we feel we have greater responsibility now. We call our states God's own country. We can definitely make our state as real paradise if we all join hands and do our bit in our new initiative, which is called Greenery Program. Thank you all. So dears, next activity, prepare a slogan about biodiversity. Dears, I give an example for you. Biodiversity is the way, so don't let nature go astray. Then the extended activities. In today's section, what is the role of biodiversity in maintaining environmental balance? So dears, if you have any doubt let me know please, dears. Okay dears, thank you.